പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഭാഗം അക്കൗണ്ടൻസിയിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള കമ്പനി അക്കൗണ്ട്സ് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് ഇതുവരെ. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ ഷെയർ എന്താണ്, ഷെയറിൻ്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മൾ കമ്പനിയുടെ ബേസ് പറഞ്ഞു, ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു. ഷെയർ ഇഷ്യൂ ചെയ്യാൻ ആപ്ലിക്കേഷന്, അലോട്ട്മെൻറ്റ്, കോൾ എന്നിങ്ങനെ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ വരാവുന്ന ജേണൽ എൻട്രികൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോളിൻ്റെ സമയത്ത് പണം അടക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയും. ആ കോൾസ് ഇൻ അരിയർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഷെയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് വേണ്ട പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ നമ്മൾ ചെറിയ ഭാഗമാക്കി മാറ്റിയല്ല, ഓരോ സ്മോൾ പീസിനെയുമാണ് നമ്മൾ ഷെയറുകൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഷെയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഷെയറിനെ ഇഷ്യൂ ചെയ്യുന്നതിനകത്ത് നമ്മൾ ആദ്യം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു, അതിനുശേഷം ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നു, അതിനുശേഷം അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. അതിനുശേഷം കോള് ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ആയിട്ട് കോളുകളുണ്ടാവും. അപ്പോൾ എനിവേ, ഈ ഏതെങ്കിലും ഒരു കോളിൻ്റെ പണം തന്നില്ല എങ്കിൽ അതിനെ കോൾസിൻ്റെ എറർ എന്ന് പറയുന്നതെങ്കിൽ, നേരത്തെ തന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? നമ്മൾ മുമ്പ് പറഞ്ഞത്, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത്, ഒരു കോൾ വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ കോളിൻ്റെ പണം അടക്കാതിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അടക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെ കോൾസ് ഇൻ അരിയർ എന്ന് പറയും. ആ പൈസ അത്രയും നമുക്ക് നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നമുക്കുണ്ടാവില്ല. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഒരാൾ കോള് വിളിക്കുന്നതിന് മുമ്പേ ആ കോളിൻ്റെ പണം നമുക്ക് അടക്കുകയാണ് എങ്കിൽ അതിനെ എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കോളിൻ്റെ പണം നേരത്തെ അടക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: സംടൈംസ് സം ഷെയർ ഹോൾഡേഴ്സ് പേ എ പാർട്ട് ഓർ ദി ഹോൾ ഓഫ് ദി എമൗണ്ട് ഓഫ് ദി കോൾ നോട്ട് യെറ്റ് മെയ്ഡ്. അഥവാ ചില ഷെയർ ഹോൾഡർമാർ കോള് വിളിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിളിക്കാത്ത കോളിൻ്റെ പണം അവർ നേരത്തെ അടക്കും. ഈ അടക്കുന്നതിനെ പറയുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കോൾസ് ഇൻ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ എമൗണ്ട് സോ റിസീവ്ഡ് ഫ്രം ഷെയർ ഹോൾഡർ ഈസ് നോൺ ആസ് കോൾസ് ഇൻ അഡ്വാൻസ്. അതിനാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഈ കോൾസ് ഇൻ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്, അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജേണൽ എൻട്രി ഇതാണ്, കോൾസ് ഇൻ അഡ്വാൻസ്. ഈ അഡ്വാൻസ് കിട്ടുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നായിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ് ഈ കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്ന സമയത്തുള്ള ജേണൽ എൻട്രി. ഇനി അത് കിട്ടിയാൽ ആ ഒറിജിനൽ കോളിൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്: കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പെർട്ടിക്കുലർ കോൾ എന്നാണ്. നമ്മൾ നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ 10 രൂപ വരെയുള്ള ഷെയറാണ്. അപ്ലിക്കേഷന് ഒരു 4 രൂപ, അലോട്ട്മെൻറ്റ് ഒരു 2 രൂപ, ഫസ്റ്റ് കോള് ഒരു 4 രൂപ, ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു ഷെയർ ഹോൾഡർ അയാൾ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ 6 രൂപ അടച്ചു. ആപ്ലിക്കേഷൻ അടച്ചു, നമ്മൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു, അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അലോട്ട്മെൻറ്റ് അടക്കാൻ പറഞ്ഞ സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അലോട്ട്മെൻറ്റ് അടക്കേണ്ട സമയം ജൂണിലാണ് എങ്കിൽ, ജൂൺ മാസം അയാൾ അലോട്ട്മെൻറ്റിനോടൊപ്പം അലോട്ട്മെൻറ്റിൻ്റെയും അടുത്ത കോളിൻ്റെ പണവും ചേർത്തിട്ട് 6 രൂപ ഒന്നിച്ചടക്കുന്നു. അയാളുടെ മൊത്തം പണവും അടച്ചു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട ജേണൽ എൻട്രി ഇങ്ങനെയാണ്: ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ് എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ് എവിടെ എഴുതുക? അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അഡീഷണൽ എൻട്രി ആയിട്ട് എഴുതും. അത് കഴിഞ്ഞ് കോൾ വിളിക്കുന്ന സമയം, ഇപ്പോൾ പ്രസ്തുത ഫസ്റ്റ് കോൾ വിളിക്കുന്നത് ഇപ്പോൾ ഓഗസ്റ്റിലാണ് എങ്കിൽ, നമ്മൾ ഓഗസ്റ്റിൽ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ കിട്ടിയ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ പണം മൈനസ് ചെയ്യണം.
കാരണം അത് കിട്ടില്ല, അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അഡ്വാൻസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു എൻട്രി എഴുതും. ആ എൻട്രിയുടെ പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പെർട്ടിക്കുലർ കോൾ എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതാണ് 2 ജേണൽ എൻട്രികളുള്ളത്. ഇത് നമുക്ക് നോക്കാം. The balance in calls in advance account is shown as separate item under the title Equity and Liabilities in the company's balance sheet. Under the head Current Liabilities and subhead Other Current Liabilities. കോൾസ് ഇൻ അഡ്വാൻസിൽ ചിലപ്പോൾ ബാലൻസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോട്ട്മെൻറ്റ് വിളിച്ചു, ഫസ്റ്റ് കോൾ വിളിച്ചു. ഒരാൾ ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് ഫൈനൽ കോളിൻ്റെ പണം കൂടെ തന്നു, അഡ്വാൻസ് ആയിട്ട് തന്നു. പക്ഷേ കമ്പനി ഇതുവരെ ഫൈനൽ കോളിനെ വിളിച്ചിട്ടില്ല, കോൾ ഫോർ ചെയ്തിട്ടില്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയ അഡ്വാൻസ് അവിടെ ഒരു കറണ്ട് ലയബിലിറ്റിയുടെ ഹെഡിൽ അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന ഹെഡിൽ എന്ത് ചെയ്തിരിക്കണം, അതവിടെ വെച്ചിരിക്കണം, ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. എങ്ങനെയാണ്? ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് ഫൈനൽ കോളിൻ്റെ പണം അഡ്വാൻസ് ആയിട്ട് അടച്ചു ഒരാൾ. പക്ഷേ കമ്പനിക്ക് ഫസ്റ്റ് കോളോട് കൂടി അവരുടെ കോളിംഗ് നിർത്തി, ഫൈനൽ കോൾ കമ്പനി കോൾ ഫോർ ചെയ്തിട്ടില്ല എങ്കിൽ ആ പണത്തെ, അഡ്വാൻസ് കിട്ടിയ പണത്തെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റിയിൽ അതർ ലയബിലിറ്റീസ് എന്ന ഹെഡിൽ എന്ത് ചെയ്തിരിക്കണം, പെടുത്തിയിരിക്കണം. ദെൻ ഇറ്റ് ഈസ് നോട്ട് ആഡഡ് ടു ദ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇതൊരിക്കലും ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യാൻ പാടില്ല. അഡ്വാൻസ് കിട്ടിയ പണം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യാൻ പാടില്ല. ആഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ആ പ്രസ്തുത കോൾ, പെർട്ടിക്കുലർ കോൾ ഏതാണോ ആ കോൾ വിളിച്ചതിന് ശേഷം മാത്രമേ ഇത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ദെൻ calls in advance is a liability of the company. It is under obligation, if provided by the article, to pay interest on such amount from the date of its receipt up to the date when appropriate call due for payment. നമ്മൾ പറഞ്ഞു ഇതൊരു ലയബിലിറ്റിയാണ്. കോൾസ് ഇൻ അഡ്വാൻസ് ഒരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലയബിലിറ്റിക്ക് നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരും. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് നൽകുന്നത്? ഇൻട്രസ്റ്റ് നൽകുന്നത് എന്നാണോ കോളിൻ്റെ പണം കിട്ടിയത്, കോളിൻ്റെ പണം എന്നാണോ റിസീവ് ചെയ്തത്, ആ റിസീവ് ചെയ്ത ഡേറ്റ് മുതൽ, കോളിൻ്റെ പണം സ്വീകരിച്ച ഡേറ്റ് മുതൽ എന്നാണോ പ്രസ്തുത കോൾ വിളിക്കുന്നത് അതുവരെ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണത്തെ ഒന്നെടുക്കുന്നു. ജൂണിലാണ് അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്തത്. ജൂണിൽ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്ത സമയത്ത് ഓഗസ്റ്റിലെ കോളിൻ്റെ പണം ഒരാൾ ജൂണിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് അടച്ചു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, പലിശ കൊടുക്കണം. കൊടുക്കേണ്ടത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലേക്കുള്ള പലിശയാണ് കൊടുക്കേണ്ടത്. എ സ്റ്റിപ്പുലേഷൻ ഈസ് ജനറലി മെയ്ഡ് ഇൻ ദ ആർട്ടിക്കിൾ റിഗാർഡിംഗ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പേബിൾ. ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണമെന്നത് കൃത്യമായിട്ട് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒരു ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എത്ര പലിശയാണ് കൊടുക്കേണ്ടത് എന്ന്. ഹൗവർ ഇഫ് ആർട്ടിക്കിൾ ആർ സൈലൻ്റ് ഓൺ ദിസ് അക്കൗണ്ട്, ഇതിൽ ആർട്ടിക്കിൾ സൈലൻ്റ് ആണ് എങ്കിൽ, അഥവാ ആർട്ടിക്കിളിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ടേബിൾ എഫ് ഈസ് അപ്ലിക്കബിൾ വിച്ച് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അറ്റ് ദ റേറ്റ് ഓഫ് നോട്ട് എക്സീഡിങ് 12% പെർ ആനം. 12% കൂടാത്ത ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന സമയത്ത് നമ്മൾ എൻട്രി എഴുതും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു. ദെൻ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി എഴുതും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ 2 എൻട്രികളാണ് നമ്മൾ എഴുതേണ്ടത് ഇൻട്രസ്റ്റിൻ്റെ സമയത്ത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ് മാത്രമേ പറയുന്നുള്ളൂ. വളരെ കൃത്യമായി വളരെ കെയറോട് കൂടി മാത്രം പഠിക്കേണ്ട സാധനമാണ് കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സും അല്ല. അതുകൊണ്ട് തന്നെ ഓരോന്നും എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി നോക്കി പോവുക. നമുക്ക് ലാസ്റ്റിലാണ് ഇതിൻ്റെ കമ്പൈൻഡായിട്ട് ചിലപ്പം ക്വസ്റ്റ്യനുകൾ ചെയ്യേണ്ടി വന്നേക്കാം. നോക്കാം നമുക്ക്. രോഹിത് ആൻഡ് കമ്പനി ഇഷ്യൂഡ് 30,000 shares of rupees 10 each payable as 3 on application, 3 on allotment and 2 on first call. After 2 months, all money due on allotment was received, but when the first call was made, a shareholder having 400 shares did not pay the first call, and a shareholder of 300 shares paid the money on second and final call of rupees 2, which had not yet been made. Give journal entries in the books of the company.
ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസും വന്നു. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ കോൾസ് ഇൻ അരിയറിൻ്റെ എൻട്രി എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് എന്തെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇതിനകത്ത് കോൾസ് ഇൻ അരിയറും വേണം, കോൾസ് ഇൻ അഡ്വാൻസും വേണം. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേജുകൾ, അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, കോൾ നിർബന്ധമായിട്ടും എല്ലാ പ്രോബ്ലത്തിലും വേണം. കോൾസ് ഇൻ എറർ വന്നേക്കാം. അപ്പോൾ കോൾസ് ഇൻ എറർ എന്താണെന്ന് അറിയണം. അതേ പ്രോബ്ലത്തിൽ തന്നെ കോൾസ് ഇൻ അഡ്വാൻസും വന്നേക്കാം. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അറിയണം. ഓവർ സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ ഇഷ്യൂ അറ്റ് പാർ, പ്രീമിയം ഓർ ഡിസ്കൗണ്ട്, ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഓരോ പ്രോബ്ലവും ഇൻ്റർ കണക്റ്റഡ് ആണ്. ആദ്യം മനസ്സിലാക്കുക. നോക്കൂ, ഒരു കമ്പനി 30,000 ഷെയർ ഇഷ്യൂ ചെയ്തു. 30,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 3 രൂപ അപ്ലിക്കേഷന്, 3 രൂപ അലോട്ട്മെൻറ്റ്, 2 രൂപ ഫസ്റ്റ് കോള്. അപ്പോൾ 2 രൂപ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 8 രൂപയായിട്ടുള്ളൂ. പിന്നെ ഒരു 2 രൂപ കൂടി ബാലൻസ് ഉണ്ട്. അതൊക്കെ എല്ലാ പണവും റിസീവ് ചെയ്തിരിക്കുന്നു. ഒരു ഷെയർ ഹോൾഡർ 400 ഷെയർ വാങ്ങിയ ഒരു ഷെയർ ഹോൾഡർ കോളിൻ്റെ പണം തന്നിട്ടില്ല. ഫസ്റ്റ് കോളിൽ അരിയർ വരുത്തി. 300 ഷെയർ വാങ്ങിയ ഒരാൾ സെക്കൻഡ് കോളിൻ്റെ പണം എന്ത് ചെയ്തു? അഡ്വാൻസ് ആയിട്ട് നൽകുകയും ചെയ്തു. The shareholder of 300 shares paid the money on second and final call of ₹2 which had not been yet made. ചെയ്യാത്ത അഥവാ വിളിച്ചിട്ടില്ല, സെക്കൻഡ് കോൾ നമ്മൾ വിളിച്ചിട്ടില്ല, വിളിക്കാത്ത കോളിൻ്റെ പണം അയാൾ നേരത്തെ അടച്ചു, ഫസ്റ്റ് കോളിനോടൊപ്പം അടച്ചു. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. നമുക്ക് എൻട്രി എങ്ങനെ എഴുതിയെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എൻട്രി ഇങ്ങനെ എഴുതുക: ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 30,000 ഷെയറാണ്. 3 രൂപയാണ് ആപ്ലിക്കേഷൻ്റെ തുക. 30,000 × 3 90,000 രൂപ എഴുതും. അടുത്ത എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റലും 30,000 ഷെയറാണ്. 3 രൂപയാണ് തുക. സോ 30,000 × 3 90,000 രൂപ. അലോട്ട്മെൻറ്റ് നമ്മൾ ആസ് യൂഷ്വൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? 3 രൂപയാണ്. ഇപ്പോൾ 90,000 രൂപ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതിൻ്റെയൊക്കെ നരേഷൻ ഉണ്ട്. നരേഷൻ നിങ്ങൾ എഴുതി ശീലിക്കണം, എഴുതി പഠിക്കണം. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ 90,000 രൂപ. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് സ്വീകരിക്കുന്നു 90,000 രൂപ. ഇതുവരെ നമ്മൾ മുൻ പഠിച്ച അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇനി ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്ന സമയത്ത് എൻട്രി എങ്ങനെയാണ്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന എൻട്രിയിൽ നമ്മൾക്ക് 30,000 ഷെയറാണ്. 2 രൂപയാണ് ഫസ്റ്റ് കോളിൻ്റെ പണം. അപ്പോൾ 30,000 × 2 60,000 രൂപയായിരിക്കും. ഇനി ഫസ്റ്റ് കോൾ സ്വീകരിക്കുന്ന സമയത്ത് 2 പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചു. ഒന്ന്, ഫസ്റ്റ് കോളിൻ്റെ പണം ഒരു 400 ഷെയർ വാങ്ങിയ ആൾ തന്നില്ല. മറ്റൊരു ഷെയർ ഹോൾഡർ 300 ഷെയർ വാങ്ങിയൊരു ഷെയർ ഹോൾഡർ ഫൈനൽ കോളിൻ്റെ പണം ഫസ്റ്റ് കോളിനോടൊപ്പം അടക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ടും വരുന്നത് കൊണ്ട് നമ്മൾ എൻട്രിയെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്നു: ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ ടു കോൾസ് ഇൻ അഡ്വാൻസ്. എൻട്രി ഒന്നുകൂടെ മനസ്സിലാക്കുക. എല്ലാം എൻട്രിയും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ ടു കോൾസ് ഇൻ അഡ്വാൻസ്. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്ററിനോടൊപ്പം നമ്മൾ എഴുതുന്നു ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയത് എത്രയാ? 59,800 രൂപ. എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കോൾസിൻ്റെ ഇയറും ഫസ്റ്റ് കോളും എല്ലാം എഴുതിയാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. നോക്കാം. കോൾസ് ഇൻ അരിയർ എത്രയുണ്ട്? 400 ഷെയറിൻ്റെ ഫസ്റ്റ് കോളിൻ്റെ പണമാണ് കിട്ടാത്തത്. അപ്പം 400 ഷെയറിന് 400 × ഫസ്റ്റ് കോളിൻ്റെ പണം 2 രൂപ. 400 × 2 800 രൂപയാണ് നമുക്ക് കിട്ടാതിരുന്നത്. അതാണ് കോൾസ് ഇൻ അരിയർ. ഫസ്റ്റ് കോൾ നമുക്ക് കിട്ടേണ്ട തുക 60,000 രൂപയാണ്. അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് 300 ഷെയറിൻ്റെ പണമാണ്. 300 × 2 രൂപ. ഫൈനൽ കോളിൻ്റെ പൈസ 2 രൂപയാണ്. സോ 300 × 2 600 രൂപയാണ് അഡ്വാൻസ് കിട്ടിയത്. അപ്പോൾ 6,600-ൽ നിന്നും 800 കുറച്ച് കഴിഞ്ഞാൽ 59,800 രൂപയാണ് നമുക്ക് കിട്ടിയതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയത് അറിയാൻ എന്ത് ചെയ്താൽ മതി? ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയത് എത്രയാണ്? 60,000-ൽ നിന്നും 800 മൈനസ് ചെയ്യാം. 60,000-ൽ നിന്നും 800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 59,200 രൂപ. അഡ്വാൻസ് ആയിട്ട് കിട്ടിയ 600 രൂപ ആഡ് ചെയ്യുക. അപ്പോൾ 59,800 എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യത്തെ നോക്കാം.
Macan company issued 50,000 shares of rupees 10 each. Payable as rupees 3 on application, 3 on allotment and 4 on first and final call after 2 months. All money due on allotment was received. A shareholder of 300 shares paid the entire money along with allotment. Given necessary journal entries in the books of the company. അതുപോലെ തന്നെ അഡ്വാൻസ് വരുന്ന അരിയറില്ല, അഡ്വാൻസ് മാത്രം വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ പ്രസ്തുത കോൾ വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനകത്ത് മാറ്റം വരിക എന്നുള്ളത് കൂടെ നമുക്കൊന്ന് ഈ പ്രോബ്ലത്തിലൊന്നും കൂടെ ഡിസ്കസ് ആവുന്നതെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. മാക്കാൻ കമ്പനി 50,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 10 രൂപ വിലയാണ്. 3 രൂപ അപ്ലിക്കേഷൻ ഓക്കെ, 3 രൂപ അലോട്ട്മെൻറ്റ് ഓക്കെ, 4 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, അപ്പോൾ 10 രൂപ ഓക്കെ ആയി. ദെൻ എല്ലാ പണവും കിട്ടി. ഒരു ഷെയർ ഹോൾഡർ 300 ഷെയർ വാങ്ങിയ ഒരു ഷെയർ ഹോൾഡർ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 300 ഷെയർ വാങ്ങിയ ഒരു ഷെയർ ഹോൾഡർ എല്ലാ പണവും അലോട്ട്മെൻറ്റിനോടൊപ്പം നൽകി. അഥവാ ആപ്ലിക്കേഷൻ തന്നു ഓക്കെ, അലോട്ട്മെൻറ്റ് സ്വീകരിക്കുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കോളിൻ്റെ പണവും എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഗീവ് നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദി കമ്പനി. നെസസറി ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എൻട്രി എങ്ങനെ എഴുതി നോക്കാം. ആദ്യത്തെ എൻട്രി നമ്മൾ എഴുതുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ സ്വീകരിച്ചത് 50,000 ഷെയറാണ്. 50,000 ഷെയറിന് അപ്ലിക്കേഷൻ്റെ തുക 3 രൂപയാണ്. 50,000 × 3 1,50,000 രൂപ. അപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതുന്നു, ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ, അതും 1,50,000 രൂപ. അടുത്ത എൻട്രി എഴുതുന്ന അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്നു, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, അതും 1,50,000 രൂപ. ദെൻ അലോട്ട്മെൻറ്റ് സ്വീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരാൾ ഫസ്റ്റ് കോളിൻ്റെ പണം അഡ്വാൻസ് ആയിട്ട് നൽകുന്നു. അപ്പോൾ നമ്മൾ എൻട്രി എഴുതേണ്ടത് ഇങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. എങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. എന്നിട്ട് നമ്മൾ എഴുതുന്നു, ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എഴുതുന്നതിന് മുമ്പ് നമുക്ക് എഴുതാം, ഷെയർ അലോട്ട്മെൻറ്റിൽ കിട്ടേണ്ട തുക 1,50,000 രൂപ. അഡ്വാൻസ് കിട്ടിയത് എത്രയാണ്, 300 ഷെയറിന് 4 രൂപ വെച്ച് 1,200 രൂപ. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത് ബാങ്ക് അക്കൗണ്ടിൽ 1,51,200 രൂപ എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്നു. ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്ന സമയത്തുള്ള എൻട്രി, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്ലൈ ടു ഷെയർ ക്യാപിറ്റൽ. എത്ര ഉണ്ടാവും, 50,000 ഷെയറാണ്, 4 രൂപയാണ് ഫസ്റ്റ് കോളിൻ്റെ പണം. അപ്പോൾ 50,000 × 4 2,00,000 രൂപ എന്ന് കിട്ടും. ഫസ്റ്റ് കോളിൻ്റെ പണം 2,00,000 രൂപയാണ്. ഇനി ആ ഫസ്റ്റ് കോൾ സ്വീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നേരത്തെ കിട്ടിയ നമ്മുടെ അഡ്വാൻസ് പണം മൈനസ് ചെയ്ത് കാണിച്ചാൽ മതി. അതിനൊരു എൻട്രിയുടെ ആവശ്യമില്ല. എൻട്രി വേണമെങ്കിൽ നമുക്ക് എഴുതാം, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫസ്റ്റ് കോൾ എന്ന് എഴുതാം. അങ്ങനെ എഴുതാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന എൻട്രിയിൽ നേരത്തെ കിട്ടിയ അഡ്വാൻസ് മൈനസ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ 2,00,000 നിന്നും 1,200 രൂപ കുറച്ച് ബാക്കി 1,98,800 രൂപ എന്ന് എഴുതുന്നതാണ് ഫസ്റ്റ് കോള് സ്വീകരിക്കുന്ന എൻട്രി. ഇതിനെല്ലാത്തിൻ്റെയും നരേഷൻ എഴുതണം. നമുക്ക് ആദ്യത്തെ നരേഷൻ എങ്ങനെ എഴുതാം, ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ നരേഷൻ എങ്ങനെ എഴുതും, അപ്ലിക്കേഷൻ റിസീവ്ഡ് ഫോർ 50,000 ഷെയർസ് അറ്റ് rupees 3 each. ദെൻ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ അടുത്ത എൻട്രിയിലേക്ക് അല്ലേ. അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഡ്യൂ ആകുമ്പോൾ എങ്ങനെ എഴുതും, അലോട്ട്മെൻറ്റ് ഡ്യൂ ഓൺ 50,000 ഷെയർസ് അറ്റ് rupees 3 പെർ ഷെയർ അല്ലേ. ഇനി അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നരേഷൻ എഴുതി കൊടുക്കണം. അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ₹50,000 ഷെയർസ് ഓഫ് ₹2 each അലോങ് വിത്ത് കോൾസ് ഇൻ അഡ്വാൻസ് ഓഫ് എത്രയാ 300 ഷെയർസ് അറ്റ് ₹4 each അല്ലേ. ഇങ്ങനെ ഓരോന്നിൻ്റെയും നരേഷൻ നിങ്ങൾ സ്വയം എഴുതുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൽ നരേഷൻ കൊടുത്തിട്ടില്ല, നരേഷൻ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കണം. ഓക്കെ, ഇനി നമുക്ക് അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, കോണിക്ക ലിമിറ്റഡ് രജിസ്റ്റർ വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഓഫ് 2 lakh divided into 2,000 shares of ₹100 each. Issued for subscription of 1,000 shares payable as 25 per share on application, 30 on allotment, 20 on first call and balance on final call. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഞാൻ നീട്ടിപ്പരത്ത് പറയുന്നില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു കമ്പനി 1000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതിനെ 2000 ഷെയറായിട്ട് 100 രൂപ വരെയുള്ള 2000 ഷെയറായിട്ട് വീതിച്ചു.
എത്ര ഷെയർ ഉണ്ട് എന്നതല്ല നമ്മുടെ ആധാരം. നമ്മൾ നോക്കേണ്ടത് എത്ര ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. 1000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ദെൻ ആപ്ലിക്കേഷൻ മണി ആൻഡ് 1000 ഷെയർസ് വെർ ഡ്യൂലി റിസീവ്ഡ് ആൻഡ് അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ടു ദം. 1000 ഷെയറിനുള്ള ആപ്ലിക്കേഷൻ കിട്ടി, അവർക്ക് അലോട്ട്മെൻറ്റും കൊടുത്തു. ദ അലോട്ട്മെൻറ്റ് എമൗണ്ട് വാസ് റിസീവ്ഡ് ഇൻ ഫുൾ, ബട്ട് വെൻ ദ ഫസ്റ്റ് കോൾ വാസ് മെയ്ഡ്, വൺ ഷെയർ ഹോൾഡർ ഫെയിൽ ടു പേ ദ 100 shares held by him and another shareholder 50 shares paid the entire amount of his share. പറയുന്നതാണ് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് അലോട്ട്മെൻ്റ് ഒക്കെ ക്ലിയർ ആയിരുന്നു. ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് 100 ഷെയർ വാങ്ങിയ ഒരാൾ ഫസ്റ്റ് കോളിൻ്റെ പണം തന്നില്ല, പോട്ടെ. ദെൻ മറ്റൊരു ഷെയർ ഹോൾഡർ 50 ഷെയർ വാങ്ങിയ മറ്റൊരു ഷെയർ ഹോൾഡർ മുഴുവൻ പണവും അഥവാ ഫൈനൽ കോളിൻ്റെ പണം ചേർത്തിട്ട് അടച്ചു. അതിനുള്ള എൻട്രി എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നരേഷനോട് കൂടിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ പൊതുവെ ഷെയർ ആപ്ലിക്കേഷൻ എന്നാണ് നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ എന്ന് തന്നെ എഴുതണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെ ഷെയറിന് മുമ്പിൽ ഇക്വിറ്റി എന്ന പേര് നിർബന്ധമായിട്ട് എഴുതുക. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ. എ കമ്പനി ഇഷ്യൂ 20,000 ഷെയർസ് ഓഫ് ₹10 each. 20,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, 10 രൂപ വിലയാണ്. 3 ഓൺ ആപ്ലിക്കേഷൻ, 3 ഓൺ അലോട്ട്മെൻറ്റ്, 2 ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് 2 ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. 3 രൂപ ആപ്ലിക്കേഷൻ, 3 രൂപ അലോട്ട്മെൻറ്റ്, 2 രൂപ ഫസ്റ്റ് കോള്, 2 രൂപ സെക്കൻഡ് കോള്. അലോട്ട്മെൻറ്റ് മണി വാസ് പേയബിൾ ഓൺ ബിഫോർ May 2015. First call money on before 1st August 2015 and a second call on before October 1st 2015. ഓക്കെ, ഡേറ്റ് ആണ്. ഡേറ്റ് നിങ്ങൾ കോളത്തിൽ എഴുതി കൊടുത്താൽ മതി. മറ്റൊന്ന്, എക്സ് ഹും 1000 ഷെയർസ് വെർ അലോട്ടഡ് ഡിഡ് നോട്ട് പേ ദ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി. എക്സ് എന്ന് പറയുന്ന ആൾക്ക് 1000 ഷെയറാണ് അലോട്ട് ചെയ്തത്, പക്ഷേ അയാൾ അലോട്ട്മെൻറ്റ് പണവും കോൾ മണിയും തന്നില്ല. അവിടെ രണ്ടിടത്തും അരിയർ ഉണ്ടാക്കി, കോൾസിന് അരിയർ വന്നു. ദെൻ why an allotee of 600 shares did not pay 2 calls. why അലോട്ട്മെൻറ്റ് തന്നു, പക്ഷേ 2 കോളും അടച്ചില്ല. Z whom 400 shares were allotted did not pay the final call. Z 400 ഷെയറാണ് അലോട്ട് ചെയ്തത്, അയാൾ എന്ത് ചെയ്തില്ല, ഫൈനൽ കോൾ അടച്ചില്ല. ഇതിലുള്ള ജനറൽ എഴുതാനാണ്. ഇത് മുഴുവനും കോൾസ് ഇൻ ഏരിയറിലെ പ്രോബ്ലംസ് ആണ്. കോൾസ് ഇൻ ഏരിയർ മാത്രമേ വന്നിട്ടുള്ളൂ, അഡ്വാൻസ് വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓരോ പ്രോബ്ലംസും വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് ആൻസർ ചെയ്യാൻ പഠിക്കുക. ഈ 2 ക്വസ്റ്റ്യനുകളൊന്ന് ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് തന്ന ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി, മൂന്നാമത്തൊരു ക്വസ്റ്റ്യൻ. ആൽഫ കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർസ് ഓഫ് ₹10 each. 10 രൂപ വരെയുള്ള 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 3 ഓൺ ആപ്ലിക്കേഷൻ, 2 ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് ബാലൻസ് ഓൺ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. ബാക്കി 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ 3, ഓക്കെ. അലോട്ട്മെൻറ്റ് 2, അപ്പം 5 ആയി. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 5 രൂപ ഉണ്ടാവും. 5 രൂപ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആക്കണമെങ്കിൽ എത്രയാണ്? 2 രൂപ 50 പൈസ. അതായത് 2.5, 2.5. ദെൻ അലോട്ട്മെൻറ്റ് പേബിൾ ഓൺ ബിഫോർ 2015. ദെൻ കോൾ മണി ഡേറ്റുകളെല്ലാം തന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. മിസ്റ്റർ എ whom 600 shares were allotted paid the entire remaining face value of shares allotted to him on allotment. അത് സിമ്പിളാണ്. എ എന്ന് പറയുന്നൊരു ഷെയർ ഹോൾഡർക്ക് 600 ഷെയറാണ് ഇഷ്യൂ ചെയ്തത്, അലോട്ട് ചെയ്തത്. ഈ 600 ഷെയറിൻ്റെ മുഴുവൻ എമൗണ്ട് അയാൾ എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ അടച്ചു. അഥവാ ഫേസ് വാല്യൂ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളും ഫൈനൽ കോളും ഒക്കെ എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റിനോടൊപ്പം അഡ്വാൻസ് ആയിട്ട് അടച്ചു. അതിനുള്ള ജേർണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ജേർണൽ എൻട്രികൾ വരെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ ഓക്കെ, താങ്ക് യു.